പത്തനംതിട്ട പെരിനാട് ജിതിൻ വധക്കേസിൽ 3 പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത്. കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് എഫ്ഐആർ. എന്നാൽ ജിതിനെ കൊലപ്പെടുത്തിയത് RSS എന്ന് ആവർത്തിച്ച് CPM. കൊലപാതകം നടന്ന സമയം ജിതിനോടൊപ്പമുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പ്രതികളാണ് കേസിലുള്ളത്. അഖിൽ, ശരൺ, ആരോൺ എന്നീ പ്രതികളാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം പോലീസ് എഫ്ഐആറിൽ കൊലപാതകത്തിന്റെ കാരണം രാഷ്ട്രീയമാണെന്ന് പരാമർശിച്ചിട്ടില്ല. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. CPM ആരോപണം തള്ളി BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്. പ്രതികളിലാരും RSS BJP ബന്ധമുള്ളവരല്ലെന്നാണ് ജില്ലാ പ്രസിഡന്റിന്റെ വിശദീകരണം. CPM-ഉമായിട്ടും DYFI-യുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.